ഓൾറൈറ്റ്, അപ്പോൾ മെയ് 2024 അതായത് നെക്സ്റ്റ് മന്ത് കുറേയധികം ഫോൺസ് ലോഞ്ച് ആവുന്നുണ്ട്. പക്ഷേ പെർട്ടിക്കുലർലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 ഫോൺസ് മാത്രമേ ഉള്ളൂ. എന്നാലും ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് മെയ് 2024 ലോഞ്ച് ആകാൻ പോകുന്ന എല്ലാ ഡിവൈസസിനെ പറ്റിയാണ്. അപ്പോൾ ഇതിലൊരു സമയം വേസ്റ്റ് ആക്കണ്ട, ലെറ്റ്സ് ഡൈവ് റൈറ്റ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പിക്സൽ 8 ആണ്. ആൻഡ് നമ്മൾ ഈ ഗൂഗിൾ പിക്സൽ സീരീസിലെ സ്മാർട്ട് ഫോൺ ലോഞ്ചസിന്റെ ഒരു ലോങ് ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ സീരീസിലുള്ള ഏതൊരു സ്മാർട്ട് ഫോൺ ആണെങ്കിലും ലോഞ്ച് ആവുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു 1 മന്ത് മുമ്പെങ്കിലും ഒരു ഇൻഹാൻഡ് ആക്ച്വൽ ഡിവൈസിന്റെ ഒരു ഇൻഹാൻഡ് വീഡിയോ എന്തായാലും ലീക്ക് ആവാറുണ്ടായിരുന്നു. ആൻഡ് ദിസ് ടൈം ഇറ്റ്സ് നോട്ട് ഡിഫറെന്റ്. അപ്പോൾ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ട്വിറ്ററിലൊക്കെ നോക്കുകയാണെങ്കിൽ പിക്സൽ 8 ആ ഒരു ഫോണിന്റെ ആക്ച്വൽ ഇൻഹാൻഡ് വീഡിയോ ഒക്കെ ലീക്ക് ആവുന്നുണ്ടായിരുന്നു. ഇനി വിച്ച് വൈസ് നമ്മളിപ്പോൾ സ്പെസിഫിക്കേഷൻ സൈഡ് ഓഫ് തിങ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 6.1 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ് വിത്ത് സപ്പോർട്ട് ഫോർ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്. അപ്പോൾ അതാണ് ഡിസ്പ്ലേ കിട്ടുന്നത്. ഇനി 8GB റാം UFS 3.1 സ്റ്റോറേജും കിട്ടുന്നുണ്ട്. ആൻഡ് ഈ പ്രൊസസർ സൈഡ് ഓഫ് തിങ്സിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗൂഗിളിന്റെ തന്നെ ടെൻസർ G3 ചിപ്പാണ് ഇപ്രാവശ്യവും നമ്മളുടെ 8 പവർ അപ്പ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് 7 സീരീസിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ലോഞ്ച് ആയി കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. ആൻഡ് ആസ് ഈസ് ഓൾവേസ് ദ കേസ് ടെൻസർ G3 ആണെങ്കിലും അണ്ടർ ക്ലോക്ക്ഡ് ആയിരിക്കും ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ സ്ലൈറ്റ്ലി പെർഫോമൻസ് കുറവായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ചിപ്പിലേക്ക് വരുമ്പോൾ. ഇനി ക്യാമറ സൈഡ് ഓഫ് തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 64 മെഗാ പിക്സൽ ഒരു മെയിൻ ക്യാമറ, 13 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാണാൻ പറ്റും. ആൻഡ് ഇനി ബാറ്ററി സൈഡ് ഓഫ് തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 4500 mAh ഒരു ബാറ്ററിയാണ് കിട്ടുന്നത്. 27 വോൾട്ട്സ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. ആൻഡ് റൈറ്റ് ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 ആയിരിക്കും കിട്ടുക. ആൻഡ് ആസ് പെർ ഗൂഗിൾ 7 ഇയേഴ്സിന്റെ ലോങ് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഈ ഒരു ഗൂഗിൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ 7 ഇയേഴ്സ് ഈ ഒരു ഫോൺ നിൽക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ആൻഡ് ഈ ഒരു ഫോൺ ലോഞ്ച് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ് 14 ആൻഡ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് സംവെയർ ടു 45K to 50K ബിറ്റ്വീൻ ആയിരിക്കും ഗൂഗിൾ പിക്സൽ 8 പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോ എഡ്ജ് 50 അൾട്ര ആണ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ ഡിവൈസ് യൂറോപ്പിൽ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബാക്ക് ഇൻ ദ ഡേയ്സ് കുറേ കാലം മുമ്പ് നമുക്ക് ഓൾറെഡി അറിയാം മോട്ടോ ഒക്കെ കുറേ വുഡൻ ഫിനിഷിലുള്ള കുറച്ച് ഫോൺസ് ഒക്കെ ബാക്ക് ഇൻ ദ ഡേയ്സ് ഒരു 2014-15 ആ ടൈമിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്രാവശ്യം നമുക്ക് 50 അൾട്രയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു വുഡൻ ഫിനിഷ് ബാക്കിലുള്ള ഒരു വേരിയന്റും കൂടി ഈ ഒരു ഫോൺ ഉണ്ടാവുന്നതായിരിക്കും. ഇനി സ്പെക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോണിന്റെ പവർ അപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ചിപ്പാണ്. അപ്പോൾ 8S Gen 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8 Gen 2ന്റെയും 8 Gen 3ന്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ചിപ്പാണ് ഈ ഒരു 8S Gen 3. ആൻഡ് ഇനി ഡിസ്പ്ലേ സൈഡ് ഓഫ് തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 144 ഹെർട്സിന്റെ ഒരു POLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ 16GB റാമും 1 TB സ്റ്റോറേജും 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും അതേപോലെ തന്നെ 50 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 64 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് യൂറോപ്പിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 88K അങ്ങനത്തെ ഒരു ഫിഗറിലായിരുന്നു. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏകദേശം 60 to 70K ആയിരിക്കും നമുക്ക് എക്സ്പെക്ടഡ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ OnePlusന്റെ Note 4 ആണ്. അപ്പോൾ ഇതിന്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ ഒരു 7+ Gen 3 പ്രോസസറാണ് വരുന്നത്. പിന്നെ 6.67 ഇഞ്ചിന്റെ ഒരു 1.5K 120 ഹെർട്സിന്റെ ഒരു AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ ലൈറ്റ് 600 സീരീസിലുള്ള ഒരു ലെൻസും 8 മെഗാ പിക്സൽ ഒരു ക്യാമറയും കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററി സൈഡ് തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 5500 mAh ഒരു ബാറ്ററി വിത്ത് സപ്പോർട്ട് ഫോർ 100 watts ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ആൻഡ് ഇതിന്റെ ലോഞ്ച് ഡേറ്റ് നോക്കുകയാണെങ്കിൽ സംവെയർ എൻഡ് ഓഫ് മെയിൽ ആയിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ടാവുക. ഈ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽമി GT സീരീസിലുള്ള റിയൽമി GT Neo 6 SE എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ലൈക്ക് അബ്സേർഡ് നെയിം സ്കീം എന്നല്ല വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഇനിയിപ്പോൾ സ്പെസിഫിക്കേഷൻ സൈഡ് ഓഫ് തിങ്സിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 6.78 ഇഞ്ചിന്റെ ഒരു OLED 1.5K ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ആൻഡ് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫോണിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6000 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. ലൈക്ക് സീരിയസ്ലി വൈ 6000 nits? നമുക്കൊരു 2500 nitsലുള്ള ഒരു സ്മാർട്ട് ഫോൺസ് ഒക്കെ ലൈക്ക് മോർ ദാൻ ഇനഫ് ആണ്. ആൻഡ് സ്മാർട്ട് TVസിൽ പോലും നമുക്ക് 6000 nitsന്റെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. മോസ്റ്റ്ലി ഒരു മാർക്കറ്റിംഗ് ഗെയിംസ് ഒക്കെയാണ്. ആൻഡ് മോസ്റ്റ്ലി ഒരു 1500 to 2500 റേഞ്ചിൽ തന്നെയായിരിക്കും ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് റൺ ചെയ്യുന്നുണ്ടാവുക. ഇനി വിച്ച് വൈസ് ഇനി ക്യാമറ സൈഡ് ഓഫ് തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൽ ഒരു OIS എനേബിൾഡ് ആയിട്ടൊരു ക്യാമറയും അതേപോലെ 8 മെഗാ പിക്സലിൽ ഒരു ഷൂട്ടും നമുക്ക് ഈ റിയർ ക്യാമറ സെറ്റപ്പിൽ കാണാൻ പറ്റും. അതേപോലെ ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ 32 മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമറയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഇനി ബാറ്ററി സൈഡ് ഓഫ് തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 5500 mAh ഒരു ബാറ്ററി വിത്ത് സപ്പോർട്ട് ഫോർ 100 watt ഫാസ്റ്റ് ചാർജിംഗ് ആണ്. LPDDR5X റാം കിട്ടുന്നുണ്ട്. ആൻഡ് സ്റ്റോറേജ് വരുന്നത് UFS 3.1 ആൻഡ് ഇതിന്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് ഓൾമോസ്റ്റ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് മെയ് ആണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പോക്കോ F സീരീസിലുള്ള അതായത് ലെജൻഡറി പോക്കോ F1ന്റെ ഒക്കെ 6th iteration ആയിട്ടുള്ള പോക്കോ F6 ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഔട്ട്സൈഡ് മാർക്കറ്റിൽ അറിയപ്പെടുന്ന വെച്ചാൽ റെഡ്മി ടർബോ 3 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്ത്യയിൽ F6 ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, പോക്കോ F6 ആയിട്ട്. അപ്പോൾ ഇതിന്റെ സ്പെസിഫിക്കേഷൻ സൈഡ് ഓഫ് തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ പവർ അപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 പ്രോസസറാണ്. ഒരു 6.67 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2400 nits ആണ്. ആൻഡ് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ റാം വന്നിട്ടുണ്ടെങ്കിൽ LPDDR5X റാം ആണ്. UFS 4.7 സ്റ്റോറേജ് ഉണ്ട്. 5000 mAh ഒരു ബാറ്ററി 90 watt ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ക്യാമറ സൈഡ് ഓഫ് തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ ലൈറ്റ് 600 സെൻസറും 8 മെഗാ പിക്സലിന്റെ വേറൊരു ക്യാമറ പിന്നെ 20 മെഗാ പിക്സലിന്റെ സെൽഫി ഷൂട്ടർ നമുക്ക് ഈ ഒരു നമ്മുടെ F6 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സാംസങ്
സാംസങ്ങിന്റെ സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ 3 സ്മാർട്ട് ഫോൺസ് ആയിട്ട് ഉണ്ടാവും. ലൈക്ക് സബ് 20-30K ആ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ 3 സ്മാർട്ട് ഫോൺസ് ലോഞ്ച് ആവുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ രണ്ടെണ്ണം എന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി F35 M35 ആണ്. അപ്പോൾ ഈ രണ്ട് ഫോൺസിന്റെ ആ ഒരു സ്പെസിഫിക്കേഷൻ ലിസ്റ്റിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ Exynos 1380 ആയിരിക്കും ഈ ഫോണിനെ പവർ അപ്പ് ചെയ്യുന്നുണ്ടാവുക. 6.6 ഇഞ്ചിന്റെ ഒരു AMOLED 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 6000 mAh ഒരു ബാറ്ററി 25 വാട്ട്സിന്റെ ചാർജിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ക്യാമറ സൈഡ് തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കാണാൻ പറ്റുക. ഇനി One UI 6.1 ആണ് ഇതിൽ റൈറ്റ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. ആൻഡ് 4+5 ഇയേഴ്സിന്റെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നമുക്ക് ഈ സാംസങ് ഫോണിൽ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി സാംസങ്ങിന്റെ അടുത്ത് തന്നെ അറൌണ്ട് 30K റേഞ്ചിൽ വരുന്ന വേറൊരു ഫോണാണ് സാംസങ് F55 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിനുള്ള സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാംസങ്ങിന്റെ ഫസ്റ്റ് എവർ ഫോണാണ് വീഗൻ ലെതർ ബാക്കേർഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 7 Gen 1 പ്രോസസ്സറാണ് വരുന്നത്. 6.6 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററി 25 വാട്ട്സിന്റെ ചാർജിങ് കിട്ടുന്നുണ്ട്. ഇനി ക്യാമറ സൈഡ് തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിന്റെ OIS എനേബിൾ ആയിട്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും നമുക്ക് F55 എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ആൻഡ് ഈ ഒരു ഫോണിന്റെ ലോഞ്ച് വരുന്നത് സംവെയർ ബിറ്റ്വീൻ ഒരു 2nd വീക്ക് ടു 3rd വീക്ക് ഓഫ് മെയിലായിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ആവുന്നത്. ഈ നെക്സ്റ്റ് ഐക്യൂന്റെ സൈഡിൽ നിന്നുള്ള iQOO Z9X ആണ്. അപ്പോൾ ഇതിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പവർ അപ്പ് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 6 Gen 1 ആണ്. ഒരു 6.72 ഇഞ്ചിന്റെ ഒരു IPS സ്ക്രീൻ കിട്ടുന്നുണ്ട് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റോട് കൂടി. പിന്നെ 6000 mAh ബാറ്ററി 44 വാട്ട്സിന്റെ ഫ്ലാഷ് ചാർജിങ് 50 മെഗാപിക്സൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ഇതൊക്കെയാണ് മെയിൻ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ആൻഡ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഫസ്റ്റ് വീക്ക് ഓഫ് മെയിലാണ്. ഇനി മെയിൽ അപ്കമിംഗ് ആയിട്ട് കുറച്ചെങ്കിലും ആൾക്കാർ കുറച്ച് ക്യൂരിയസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന വേറൊരു ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവോ X Fold 3 ആണ്. അപ്പോൾ ഫോൾഡ് സീരീസിന്റെ 3rd iteration ആണ് X Fold 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നർ സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു 8.03 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേയും അതേപോലെ തന്നെ എക്സ്റ്റേണൽ എന്ന് പറയുകയാണെങ്കിൽ 6.53 ഇഞ്ചിന്റെ ഒരു 120 ഹെർട്സ് റിഫ്രഷ് റേറ്റോട് ഒരു AMOLED ഡിസ്പ്ലേ ആണ്. അതിന് പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8 Gen 2 ആണ് കിട്ടുന്നത്. 16GB LPDDR5X റാമും അപ് ടു 512GB UFS 4.0 സ്റ്റോറേജ് നമുക്ക് ഈ ഒരു X Fold 3 എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സൽ ഒരു മെയിൻ ക്യാമറ, 50 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും, പിന്നെ 5500 mAh ഒരു ബാറ്ററിയും 80 വാട്ട്സിന്റെ ചാർജിങ് നമുക്ക് ഈ X Fold 3 കാണാൻ പറ്റും. അപ്പോൾ റൈറ്റ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് ആൻഡ്രോയിഡ് 14 ആണ് ബേസ്ഡ് ഓൺ FunTouch OS 14. പിന്നെ ഈ ഒരു ഫോണിന്റെ ലോഞ്ച് വരുന്നത് സംവർ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് മെയ് ആണ്. ആൻഡ് ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ക്ലോസ് ടു 1 lakh or 1 lakh above ഡെഫിനറ്റ്ലി എന്തായാലും ഒരു X Fold 3 പ്രൈസിംഗ് ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്നുള്ള ഇൻഫിനിക്സ് GT20 Pro ആണ്. അപ്പോൾ ഇതിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഈ ഫോണിനെ പവർ അപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MediaTek Dimensity 8200 Ultimate എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. 5000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്, 45 വാട്ട്സിന്റെ ചാർജിംഗ് ഉണ്ട്, ഒരു 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ 144 ഹെർട്സിന്റെ ഒരു AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഒരു ക്യാമറയുടെ ഹൈലൈറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 108 മെഗാപിക്സലിന്റെ ഒരു OIS എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ ഫോണിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഗെയിമിംഗ് ഡിസ്പ്ലേ ചിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയും ഗെയിമിംഗ് ആസ്പെക്ട്സും ബെറ്റർ FPS കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ആക്ച്വലി ഇതിനൊരു ഡിസ്പ്ലേ ചിപ്പ് കിട്ടുന്നുണ്ട്. ആൻഡ് ഒരു ഡുവൽ സ്പീക്കർ സെറ്റപ്പും പവർഡ് ബൈ JBL നമുക്ക് ഈ ഒരു ഫോണിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് വെച്ചാൽ സംവർ ടുവേർഡ്സ് ദ മിഡ് ഓഫ് മെയ് ആണ്. ആൻഡ് ഇനി ഇന്നത്തെ വീഡിയോത്തെ ലാസ്റ്റത്തെ ഫോൺ എന്ന് വെച്ചാൽ വിവോ V30e ആണ്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പവർ അപ്പ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗന്റെ 6 Gen 1 പ്രോസസ്സറാണ്. ഒരു 6.78 ഇഞ്ചിന്റെ ഒരു കർവ്ഡ് AMOLED ഫുൾ HD+ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, ഒബ്വിയസ്ലി വിത്ത് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്. പിന്നെ 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സലിന്റെ ഒരു റിയർ ക്യാമറ സെറ്റപ്പും ഒരു 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ബാറ്ററി സൈഡ് തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 5000 mAh ഒരു ബാറ്ററിയാണ് കിട്ടുന്നത് വിത്ത് സപ്പോർട്ട് ഫോർ 44 വാട്ട്സ് ചാർജിങ്. ആൻഡ് ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് വെച്ചാൽ സംഭവം ടുവേർഡ്സ് ഒരു ഫസ്റ്റ് വീക്ക് മെയ്, മോസ്റ്റ് പ്രോബബ്ലി 2nd ഓഫ് മെയിലായിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് മെയിൽ വരാനിരിക്കുന്ന കുറച്ച് സ്മാർട്ട് ഫോൺ ലോഞ്ചസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ പെർട്ടിക്കുലർലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ള രീതിയിലുള്ള ഫോൺസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ലൈക്ക് മൈനർ ഹിയർ ആൻഡ് അപ്ഡേറ്റ്സും അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഫോൺസ് ഒക്കെ മാത്രമേ നമുക്ക് മെയിൽ കാണാൻ പറ്റുന്നുള്ളൂ. മെയിൽ അത്ര എക്സൈറ്റിംഗ് ആയിട്ട് ലോഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളൊരു ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഓരോ ഫോൺസ് ലോഞ്ച് ആക്കാൻ അതിൻ്റെ റിവ്യൂവും അതിൻ്റെ സ്പെക്കലിസ്റ്റിക് കൂടെ ഒന്ന് ജസ്റ്റ് പോയി കഴിഞ്ഞിട്ട് അതും കൂടി ഒന്ന് കൺസിഡറേഷനിലേക്ക് എടുത്തേക്കുക. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് മേക്ക് ഷുവർ യു ഫോളോ ആൻഡ് ഐ സീ ദ നെക്സ്റ്റ് വൺ.